ബിസ്മില്ലാ വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് قال الله تعالى في قرآنه المجيد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا إلى آخر الآية رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അതിഥികൾ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. നാം സമുദായമായി ജീവിക്കുന്നതിന്റെ പേരിൽ തന്നെ ഐക്യം, ഒത്തൊരുമ എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമായ ഘടകങ്ങളാണ്. പക്ഷേ നമ്മുടെ ഭവനാന്തരങ്ങളിലും തൊഴിൽ മേഖലകളിലും കുടുംബ ബന്ധങ്ങളിൽ നിന്നല്ല, രാഷ്ട്രീയ തലങ്ങളിൽ തുടങ്ങി സാക്ഷാൽ ദീനുൽ ഇസ്ലാമി വരെ നാം ആകും മുസ്ലിം സമൂഹത്തിന്റെ പാർശ്വങ്ങൾ വിദൂരമായി കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ വാക്കാലോ പ്രവൃത്തിയാലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൈക്കാട്ടൽ മുഖേനയോ നമുക്കിടയിൽ കിളർത്തു പൊങ്ങുന്ന ഭിന്നതയെ നാമായി തന്നെ ഉദിപ്പെരുപ്പിച്ച് ചേന പോലെ വന്നതിനെ ആന പോലെ ആക്കി മാറ്റുന്ന അവസ്ഥ ഉമ്മത്തിൽ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. കാലം മന്ദകാരത്തിന്റെ ആഘാതകത്തിലേക്ക് കൂപ്പ് കുത്തുമ്പോ കച്ചവട വാണിജ്യം എന്ന വാചാജണ്ടയുമായി നമ്മുടെ ഭാരതത്തിലേക്ക് കാൽകുത്തിയ അധിനിവേശ ശക്തികളുടെ കിരാതവർണത്തിൽ നിന്നും അടിമത്ത ജീവിതത്തിൽ നിന്നും സ്വതന്ത്ര ഭാരതത്തിന് സ്വാതന്ത്ര്യം എന്ന മധുരപാനീയം ആവോളം പാനം ചെയ്യുന്നതിന് നമ്മുടെ പൂർവികരായ സുഭാഷും അംബേദ്കർ മുഹമ്മദിനും തുടങ്ങി തോളോട് തോൾ ചേർന്ന് സ്വചൂട് രക്തത്തെ ഭാരതത്തിന്റെ മത്സരങ്ങളിലേക്ക് നർനീളം ഒഴുക്കാൻ സാധിച്ചത് ഐക്യപത്യം മഹാബലം എന്ന വാസ്തവത്തെ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, കാലം എന്നതിന്റെ സഞ്ചാര പതിനെട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ തൊപ്പിയും ഭാരതീയ ജനതാ പാർട്ടി പാലിക്കുന്ന ഏറ്റവും പുതിയ പ്രമേയമായ യൂണിഫോം സിവിൽ കോഡിലൂടെ തൊപ്പിയും താടിയും നീളക്കുപ്പായം ധരിച്ച് പരിശുദ്ധ ഈമാനിനെ നെഞ്ചിൽ നടക്കുന്ന ഇന്ത്യൻ മുസൽമാനെ മാത്രം കണ്ണുകൾ നോട്ടം വിടുമ്പോ 1900 സംവത്സരങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ മുമ്പാകെ വിളിച്ചു പറഞ്ഞത് അക്ഷരം ശരിയാവുകയാണ്. സുഹൃത്തുക്കളെ, എന്താണ് വിളിച്ചു പറഞ്ഞത്? അതെ, എന്റെ ഉമ്മത്തുണ്ടല്ലോ ഖിയാമത്ത് നാളാകുമ്പോഴേക്കും 70 പല വിഭാഗങ്ങളായി പിരിയും. അതെ, ആ വാക്ക് ഉമ്മത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിൽ ഖൈറുമായി വിശേഷിപ്പിക്കപ്പെട്ട നാമാകുന്ന മുസ്ലിം സമൂഹം പ്രത്യക്ഷത്തിൽ അന്യായം, അനീതിയും മാത്രം ഉദ്ദേശിക്കപ്പെടുന്ന UCC പോലുള്ള കറുത്ത കരുവാറ്റ നിയമങ്ങൾക്ക് മുമ്പിൽ യാതൊരുത്തലും ചാഞ്ചാട്ടമില്ലാതെ തങ്ങൾ ചില കലിമത്തുകളുടെ അഭിപ്രായത്തിന്റെ പേരിൽ മാത്രം വിഭാഗീയതയുടെ കറുത്ത കൊടി നാട്ടി തമ്മിലടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരിന്റെ യാതൊരു കണ്ണാട്ടുകളും വീഴുന്നില്ലത് നമ്മളെ സംബന്ധിച്ചുള്ള വളരെ ഖേദകരമായ അവസ്ഥ തന്നെയാണ്. സുഹൃത്തുക്കളെ, അടുക്കള തൊട്ട് അന്താരാഷ്ട്രത്തിൽ വരെ പിശാച് വിഭാഗീയയുടെ കറുത്ത വിഷയത്തുമാകുമ്പോ പരിശുദ്ധ ഇസ്ലാമിക ലോകത്തോട് പറയുന്നത് ഒരേ ഒരു വാക്കാണ്. അതെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിതരായി പോകരുത്, നിങ്ങൾ ചിഹ്നമായി പോകരുത്, നിങ്ങൾ വേർപിരിയരുത്. ആയതിനാൽ നാം മുസ്ലിം സമൂഹം നിറമോ മണമോ സ്ഥാനമാനങ്ങളോ ഇല്ലാത്ത ഐക്യത്തിന്റെ കൊടിക്കീഴിൽ അണിനിൽക്കുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ബദറിലും ഹന്തക്കിലും തുടങ്ങി സ്വഹാബത്തിന് തങ്ങളെക്കാൾ ഇരട്ടിയായി ഇരമ്പിയ സ്നേഹത്തിന് മുന്നിൽ വിജയം വരിക്കാൻ സാധിച്ചതും ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയി, "Hey Mr. Jor, if you ask about my religion, firstly, secondly, finally, I am a Muslim. If you ask about my nation, firstly, secondly, finally, I am a Indian എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നേരെ ഗർജിച്ചു പറഞ്ഞ മുഹമ്മദ് അലിയും, നിങ്ങൾക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും തോളോട് തോൾ ചേർന്നതുകൊണ്ടാണ് ഭാരതം സ്വതന്ത്രമായത്. ആയതിനാൽ നാമായി മുസ്ലിം ഉമ്മത്തെ കണ്ണും മനസ്സും തുറന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും. ആയതിനാൽ നാം ഒത്തൊരുമിക്കേണ്ട അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഏത് അനുകൂല പ്രതികൂല സാഹചര്യത്തിലും നമുക്കതിൽ നീളുന്ന കർത്തകളെ ഐക്യം ഒത്തൊരുമ എന്നുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് പ്രതികരിക്കാനാവൂ. ഐക്യമുണ്ടെങ്കിൽ ഉലക്കം വെല്ലും കിടക്കാം എന്ന മഹത്തായ ചൊല്ലിനെ നിങ്ങളുടെ ചിന്തയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഞാൻ പ്രവർത്തനത്തിന് ഉപഹാരം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.